ഈ സെപ്റ്റംബർ 4-ാം തീയതിയാണ് കേരളത്തിലെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടുവന്ന് ആദ്യം നിഷേധിച്ചു 2 കൂട്ടരും, പിന്നെ സമ്മതിച്ചു. 21 ദിവസത്തിന് ശേഷം ഒരു അന്വേഷണമാണ്. നേരത്തെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വ്യക്തിപരമായി കണ്ടാണ്, അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി. ഇപ്പോ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു 21 ദിവസം കഴിഞ്ഞ ശേഷം. അത് പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഉന്നയിച്ച ആരോപണമല്ല, സാരമില്ല. ഈ മെയ് മാസത്തിലാണ് 2023 മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSS ജനറൽ സെക്രട്ടറിയുമായി 1 മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പൊ 15 മാസമായി. എന്തേ അന്വേഷിക്കായിരുന്നു? ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയോ? DGP ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി DGPയെ വിളിച്ചത്? ഉടനെ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയെ പറ്റുള്ളൂ. അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം ഇതൊരു ഇപ്പൊ ആരോ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്താൻ ഇതൊരു ക്രൈമല്ലല്ലോ, ഇതൊരു IPC പ്രകാരമുള്ള ഒരു ക്രൈമല്ലല്ലോ. ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് ഉന്നയിച്ചത്. ADGP ഒരു ക്രൈം ചെയ്തു എന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ചെന്ന് കണ്ട് BJP ജയിപ്പിക്കാനുള്ള എല്ലാ സഹായം ചെയ്തുവരെ ഇങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടത്. മനസ്സിലായേ? വേണമെങ്കിൽ ഒരു ക്രൈം ഉണ്ടാക്കാം. എങ്ങനെ? ഈ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷണത്തെ, അത് ഉദ്യോഗസ്ഥരൊന്നും അല്ല കണ്ടേക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം 15 മാസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണവും കഴിഞ്ഞ 21 ദിവസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അപ്പൊ ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ്? കാരണം ഒരു പ്രതി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ഇടുന്നു. അത് പൂരം കലക്കിയത് അജിത് കുമാർ അന്വേഷിച്ച പോലെ തന്നെ. മനസ്സിലായില്ല? പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത്. ഇപ്പൊ ഞങ്ങൾ എന്താ ആരോപണം ഉന്നയിച്ചത്? ആദ്യം ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി. രണ്ടാമത് പറഞ്ഞു ഈ കമ്മീഷണറെ നടപടിയെടുത്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കമ്മീഷണർ അല്ല പ്രതി, കമ്മീഷണർക്ക് മീതെ ക്രമസമാധാന ചുമതലയുള്ള ADGP പൂരം നടക്കുന്ന ടൗണിൽ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു ഞങ്ങൾ. ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഇതുവരെ ആ കാര്യം ആരും നിഷേധിച്ചിട്ടില്ല. മൂന്നാമതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു, സിറ്റി പോലീസ് കമ്മീഷണർ നിരന്തരമായി സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന പോലീസ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാൻ കൊടുത്തപ്പോ ആ പ്ലാൻ വേണ്ട എന്ന് പറഞ്ഞ് അത് വലിച്ചെറിഞ്ഞ് അജിത് കുമാർ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്കിയത്. അത് പൂരം നടത്താനുള്ള പ്ലാൻ അല്ലായിരുന്നു, പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു. പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിപ്പിച്ച ആളാ ഈ മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? അവിടെ നിന്ന് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആള് അയാളെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച് കയ്യിൽ റിപ്പോർട്ട് മേടിച്ചു വെച്ചേക്കുവാണ്. അതേ പരിപാടിയാണ് ഇപ്പോ. മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് പ്രതിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ADGP അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത്. അപ്പൊ മുഖ്യമന്ത്രി അന്വേഷിച്ചാൽ എന്താ പ്രസക്തി? ഒരു കാര്യമില്ല. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറൊരു തന്ത്രം മാത്രം. പ്രഹസനം എന്ന് വെച്ചാൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ CPM-ഉം കേരളത്തിലെ ഗവൺമെന്റും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗം. നമ്മൾ വീണയിടത്ത് കിടന്ന് ഉരുളും, ഇല്ലേ? ഇങ്ങനെ ഒരുപാട് പരിപാടി ചെയ്യുമല്ലോ സാധാരണ ജീവിതത്തിൽ. അതുപോലെ വീണയിടത്ത് കിടന്ന് ഉരുളുന്ന ഒരു പരിപാടിയാണിത്. ഞാനത് വായിച്ചില്ല, ഞാൻ കണ്ടില്ല. വാർത്തകളിൽ വന്നതാണ്. വാർത്തകൾ വന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് എല്ലാം. ഒന്ന്, ADGPയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. കമ്മീഷണർ ആണെങ്കിൽ കമ്മീഷണർക്ക് ഉത്തരവാദിത്വം, DIG കൂടി ഉണ്ടെങ്കിൽ DIGക്ക് ഉത്തരവാദിത്വം, IG ഉണ്ടെങ്കിൽ IGക്ക് ഉത്തരവാദിത്വം, ADGP ഉണ്ടെങ്കിൽ ADGPക്ക് ഉത്തരവാദിത്വം. അവിടെ അന്ന് ഉണ്ടായിരുന്നു രാവിലെ 11 മണി വരെ ഈ പൂരം കലക്കാൻ വേണ്ടി പോകുമ്പോ ഈ ADGP ആ കമ്മീഷൻ ഒന്ന് വിളിച്ചോ? ഇല്ലല്ലോ. അവിടെ പോയോ?
ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയോ? വെളുപ്പിന് വരെ ഉണ്ടായിരുന്നല്ലോ. വെളുപ്പിന് ക്യാമ്പിലേക്കാ പോയത്. വെളുപ്പിന് അപ്പൊ പൂരം കലക്കാനുള്ള ദൗത്യമായിട്ടാണ് ചെന്നത്. അല്ല, ഇദ്ദേഹം പറഞ്ഞതിൽ എന്താ അർത്ഥം? ഇദ്ദേഹമാണ് കലക്കാൻ നേതൃത്വം. മുഖ്യമന്ത്രി BJP CPM ബാന്ധവത്തിന്റെ ഭാഗമായി പൂരം കലക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുനിൽ കുമാർ പോയി അവിടെ നിന്ന്, K മുരളീധരൻ പോയി അവിടെ നിന്ന്. അപ്പോൾ പോലീസിന് പോലും വരാൻ പറ്റാത്ത, മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് സേവാഭാരതിയുടെ വാനിൽ, ആംബുലൻസിൽ മുമ്പിലും പുറയിലും പോലീസായി BJPയുടെ കാൻഡിഡേറ്റ് അവിടെ രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. എന്തൊരു നാടകമാണ്! നിങ്ങളിപ്പോ അജിത് കുമാറിന് ഒന്നും ഇത് ചെയ്യണ്ട, ജോലിയിൽ പോയാലും നല്ല നാടക സംവിധായകനായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഈ കലക്കാൻ പരിപാടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹം. ഈ സുരേഷ് ഗോപിയുടെ ആംബുലൻസിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട ചെയ്യുന്ന ഈ വരാഹി ആൻഡിസ്റ്റിക് പറയുന്ന സ്ട്രാറ്റജിയുടെ അവിടുത്തെ കോർഡിനേറ്റർ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇതൊരു മാസ്റ്റർ പ്ലാനാണ്. ആ മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമാണ് ഈ പൂരം കലക്കാനുള്ളതല്ല. ഇവിടെ ചിലർ പറഞ്ഞു പൂരം കലക്കാൻ 16 മാസം മുമ്പ് RSS ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് ഞാൻ പറഞ്ഞേക്ക് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്. ഞാൻ പൂരം കലക്കാനൊന്നും പറഞ്ഞില്ല. പൂരം കലക്കാനല്ല ADGP കണ്ടത്. അദ്ദേഹം പോയി പറഞ്ഞത് നിങ്ങളെ ഇവിടെ ജയിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കാം, ബാക്കി ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ തുടർച്ചയാണ് പിന്നെ അറിയാതെ ഇയാൾ പോയി ഒറ്റയ്ക്ക് കണ്ടു. ഇവര് തമ്മിൽ വല്ല അതിർത്തി തർക്കോ ബിസിനസ് തർക്കോ വല്ലതും ഉണ്ടാകുന്ന എനിക്കറിയില്ല. കണ്ടെന്ന് വിചാരിക്കുക വാദത്തിന് വേണ്ടി. പക്ഷെ പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി ഓഫീസിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമല്ലോ. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു, ഞാൻ പറയുന്നു ആധികാരികമായി ഞാൻ പറയുന്നു, ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. കാരണം തൃശ്ശൂർ ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ADGP ഇദ്ദേഹത്തെ കണ്ടത് റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി കണ്ടല്ലോ. മുഖ്യമന്ത്രി മെയ് മാസത്തിൽ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ടു. അപ്പൊ എന്താ നിസ്സാരമായിട്ട് എടുത്തോ? അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ 1 മണിക്കൂർ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി നിസ്സാരമായിട്ട് എടുത്തെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥൻ, ക്രമസമാധാനം നോക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് മുഖ്യമന്ത്രി, ഞാനാ പറയുന്നത്, മുഖ്യമന്ത്രി ഇനി വാദത്തിന് വേണ്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ കണ്ടു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൃശ്ശൂരിൽ നിന്ന് പോയി അവരുടെ ഇന്റലിജൻസ് ADGP വഴിയാണ് അദ്ദേഹത്തിന്റെ കയ്യിലെത്തുന്നത്. അദ്ദേഹം പിറ്റേ ദിവസം കണ്ടിട്ടുണ്ട്. ഞാനാ പറയുന്നത്, കണ്ടിട്ടുണ്ട് അദ്ദേഹം. സർക്കാരിന് ഇടതുപക്ഷ MLA ആയിട്ടും പ്രസ്താവനകൾ ഡെയിലി നടത്തുന്നുണ്ട്. ഈ അൻവറിന്റെ ഒരു പ്രസ്താവനകളോടുള്ള ഒരു നിലപാട് അല്ല, അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പകുതി ഇപ്പൊ അന്വേഷിക്കാണല്ലോ. പകുതി ഞാൻ അന്വേഷിക്കില്ല എന്നും പറഞ്ഞു മുഖ്യമന്ത്രി. ഇരട്ടത്താപ്പ. അജിത് കുമാറിനെതിരെയുള്ളത് അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാര്. നാളെ ഇവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആളാണ് അജിത്ത്. അവരാണ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. DGP അതിന്റെ മേൽത്തട്ടിലുണ്ട്. ബാക്കി ശശിയെ കുറിച്ച് വീണ്ടും എഴുതി കൊടുത്തല്ലോ ഭരണകക്ഷി MLA, കൊടുത്തില്ലേ? അത് അന്വേഷിക്കില്ല. അത് മറ്റതിൽ വിശ്വാസമില്ല, ഇതിൽ വിശ്വാസമുണ്ടെന്ന് പറയും. അപ്പൊ ആ അന്വേഷണത്തിനൊക്കെ ഒരു പ്രസക്തിയില്ല. പൂരം കലക്കിയത് അന്വേഷിച്ച പോലെയാണ് ഈ അന്വേഷണങ്ങളല്ല. പൂരം കലക്കിയ അന്വേഷണം. ഞാനൊരു വാക്ക്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് പറയണം. ഞാനൊരു വാക്ക്, എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം ചോദിച്ചു അന്വേഷണത്തെ പറ്റി. ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു, എന്തൊരു പ്രഹസനമാണ്. സിനിമയിൽ വേറെന്തോ പേരാ ചോദിക്കണം അല്ലേ, സജി എന്ന് ചോദിക്കണം. എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് ചോദിക്കാറ്. സംശയം എന്താ? ഇപ്പൊ ജനങ്ങളുടെ രോഷത്തിന് വിധേയമായി പ്രതിരോധത്തിൽ നിൽക്കുകയാണ് സർക്കാരും പാർട്ടിയും, അവരുടെ പാർട്ടിയും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അന്വേഷണം. ഇതെന്ത് അന്വേഷണം? അതെനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തരമായ കാര്യം. ഞാൻ സാധാരണ അതിൽ ഇടപെടാത്ത ഒരാളാണ്. ഇടതുമുന്നണിയിലെ ആഭ്യന്തര കാര്യത്തിലൊന്നും ഇടപെടണ്ടേ. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല. ആരത് പറഞ്ഞാലും ഞാൻ ആധികാരികമായിട്ട് പറയാണ്, ഞാൻ UDF ചെയർമാനാണ്, പാർട്ടിയുടെ ബന്ധപ്പെട്ട ആളാണ്. ഞാനും KPCC പ്രസിഡന്റും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരു ചർച്ചയും ഞങ്ങളുടെ പാർട്ടിയിലോ ഞങ്ങളുടെ മുന്നണിയിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. അതെ, സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരുമല്ലോ. മറ്റൊരു വിഷയമുള്ളത്, ഇപ്പോൾ മുകേഷ് പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് കേരളത്തിലൊരു MLA. അപ്പൊ അതിലെങ്ങനെയാണ് സ്റ്റാൻഡ്? അല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, ഞാൻ രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോൾ പറഞ്ഞു രഞ്ജിത്ത് രാജിവെച്ച് ഒഴിയേണ്ടതാണ്, മുകേഷും രാജിവെച്ച് ഒഴിയേണ്ടതാണ്.
ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് CPM പോലത്തെ ഒരു പാർട്ടി, CPM നേരത്തെ തൊട്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ആദ്യം പോലെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരാളെ മാത്രമല്ല, ഒരുപാട് ആളുകളെ. ഞാൻ ചോദിക്കട്ടെ, ആദ്യം പറഞ്ഞത് ആരാ? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ആരാ? പ്രതിപക്ഷമല്ലേ? ഇന്നലെ ആരാ പറഞ്ഞത്? വീണ്ടും ഹൈക്കോടതി 4.5 വർഷക്കാലം ഒളിച്ചു വെച്ചു. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം. ഞങ്ങൾ പറഞ്ഞു ഈ വനിതാ IPS ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അന്വേഷണം വെച്ചു, കൂടെ 2 മെയിൽ ഓഫീസർമാരെയും വെച്ചു. എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു അതുപോരാ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തെന്നാണ്. ഒഫൻസ് കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അന്വേഷിക്കാതെ വേറെ യാതൊരു നിവൃത്തിയില്ല, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു, അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹൈക്കോടതി ഇടപെട്ടു അല്ലേ? എന്നിട്ട് പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം ഹൈക്കോടതി പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സീരിയസ് ആണ്, സീരീസ് ഓഫ് ഒഫൻസസ് ഹാവ് ബീൻ കമ്മിറ്റഡ് എന്ന് തെളിവാണ്. ഗവൺമെന്റിന്റെ മുമ്പിൽ ഇൻഫർമേഷൻ ആണ്. എപ്പോഴാണ് ഗവൺമെന്റിന്റെ ആരുടെ മുമ്പിൽ ആ ഇൻഫർമേഷൻ കിട്ടിയ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണം. ഞാൻ പോക്സോ ആക്ട്, BNCC, BNS എല്ലാ ആക്ടും വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് അന്വേഷിക്കാതിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്, 6 മാസം തടവിന് പോകേണ്ട കുറ്റമാണ്. എന്താണ് നിലപാട്? അല്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളും കാര്യങ്ങളും നടക്കുക. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ഭാഗം കട്ട് ചെയ്ത് പുറത്തുവിട്ടതിൽ ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ യുവരാഷ്ട്ര കമ്മീഷൻ അത് പരിശോധിക്കാൻ വേണ്ടി വീണ്ടും ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് ഇവര് ഓരോരുത്തരെ സഹായിക്കാൻ വേണ്ടി ചില പേജ് അല്ലെ 97 തൊട്ട് 107ാമത്തെ പേജ് വരെ മാറ്റി. അപ്പൊ അതിൻ്റെ അകത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ആരോ ഉണ്ട്, സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ നമുക്ക് പരിചയമുള്ളവരില്ലേ സിനിമാ ലോകത്ത്? ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആരാളുള്ളത്? എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആരുമില്ല. എല്ലാ പ്രധാനപ്പെട്ട ആളിലെ നമുക്ക് നേരിട്ട് പരിചയം, സുഹൃത്തുക്കളാണ്, സൗഹൃദമുണ്ട്. സൗഹൃദം വേറെ. ഇത് സ്ത്രീവിരുദ്ധ സർക്കാരാണ്. അതുകൊണ്ടാണ് ഈ നിലപാടെടുക്കുന്നത്. മലപ്പുറത്തൊരു വിഷയം കൂടി, ഇവിടുത്തെ 17ഓളം വരുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ TC ഒരു സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്ന് നഷ്ടമായിരിക്കും. കുട്ടികൾക്ക് അഡ്മിഷൻ ലിസ്റ്റിന് പുറത്തായിട്ടുണ്ട്. ഞാൻ അത് അറിഞ്ഞു. വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കുകയും അവർക്ക് ആ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പകരം ബദൽ സംവിധാനം ഗവൺമെന്റ് ചെയ്യാൻ. എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഒരു പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.